رحمة للعالمين صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ പരിപാവനമായ മസ്ജിദിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സമസ്ത അപരാധങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന കാലം അത്രയും അവനിക്ക് ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന വഴിയിലായി ജീവിക്കുവാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും ഖബർ ജീവിതത്തെ അല്ലാഹു തആല സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ രോഗം കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനപൂർവമായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയിലേക്ക് വരാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലാഹു തആല പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന് മുഴുവനും സമാധാനവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മകളാൽ പൂരിതമാകുന്ന റബീഉൽ അവ്വൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മകളിലേക്ക് വിതുമ്പുന്ന പരിശുദ്ധമായ മാസമാണ് റബീഉൽ അവ്വൽ എന്നുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കാൻ എന്തിന് ഒരു മാസം എന്ന് ചോദിക്കപ്പെട്ടേക്കാം. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഒരു പ്രണയഭാജനത്തെ ഓർക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഓർമ്മകളുടെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ നമ്മളിലേക്ക് വന്നു ചേരും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മകളിൽ മദീന എന്ന് പറയുന്ന പുണ്യമാക്കപ്പെട്ട ഭൂമി നമ്മുടെ ഹൃദയത്തെ കൂടുതൽ വിതുമ്പിക്കുന്ന പ്രവാചകനോടുള്ള പ്രണയത്തെ കൂട്ടുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മകളുടെ മുമ്പിൽ എത്തുന്ന എന്ത് തന്നെയും ഒരു പ്രവാചക അനുരാഗിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇതൊരു സാമാന്യ പ്രണയത്തിന്റെ പ്രണയഭാവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നാം കൂടുതൽ അലൗകികമായി പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഏത് കാലത്താണ് നബിയെ ഇത്രമേൽ സ്നേഹിക്കപ്പെട്ടത് എന്ന ചോദ്യം നിരർത്ഥകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് സമയത്തെയും നബി തങ്ങളുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഏത് സമയത്തെയും ഏത് സന്ദർഭത്തെയും ഒരു പ്രവാചക അനുരാഗിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്റെ വഫാത്തിന് ശേഷം 500 കൊല്ലങ്ങൾക്കപ്പുറം അലക്സാൻഡ്രിയയുടെ തെരുവീതികളിലൂടെ ഒരു മനുഷ്യൻ ഭ്രാന്തനെ പോലെ ഒരു പാട്ട് പാടി നടക്കുന്നുണ്ട്. ആമിൻ തദക്കറുജി റാനിം ബിദി സലമി മസജ്ദദം മൻജറാ മിൻ മുഖലത്തിൻ ബിദമി മൗലായ സല്ലി വസാലിൻ ദായിമൻ അബദ എന്ന് പറയുന്ന മനോഹരമായ വാക്യങ്ങളിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ പാടിപ്പകർത്തി നടക്കുന്നുണ്ട്. ഇത് സഹാബാക്കൾക്ക് ശേഷം പാടിയവർ മാത്രമല്ല, സഹാബാക്കളുടെ കാലഘട്ടത്തും പാടിയവരുണ്ട്. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ളവർ വഹ്സന മിൻക ലം തറക്ത ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പാടുകയാണ്, അങ്ങയെ പോലെ മനോഹരമായ ഒരു വദനത്തെ ഞാൻ കണ്ടിട്ടില്ല പ്രവാചകരെ. എന്തൊരു സുന്ദരമായ മുഖമാണ്, എന്തൊരു സുന്ദരമായ കോമളമായ മുഖമാണ് പ്രവാചകരെ. പ്രവാചകൻ മരുഭൂമിയിൽ ചുവന്ന ഉത്തരീയമായി നിൽക്കുമ്പോ ആ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടൊരു സഹാബി പാടുന്നുണ്ട്, എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ്, എത്ര കോമളമാണ്, ആകാശത്തെ പൗർണമിയേക്കാളും എത്ര സുന്ദരമാണ്, ആ സൗന്ദര്യത്തെക്കാളും നബി എന്ന പൗർണമി തിളങ്ങി നിൽക്കുന്നു എന്ന സഹാബി പാടി പറയുമ്പോ അത് തന്നെയല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പാടിയത്.
ഇത്രയും സുന്ദരമായ ഒരു ശരീരത്തെയും ഒരു സ്ത്രീയും പ്രസവിക്കപ്പെട്ടിട്ടില്ല. എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമാം വിധം അങ്ങയുടെ സൃഷ്ടിയാണ്. എന്നിട്ട് പറയുകയാണ്, അങ്ങ് ചിന്തിക്കപ്പെട്ട പോലെയാണോ പ്രവാചകരെ അങ്ങ് സൃഷ്ടിക്കപ്പെട്ടത്? ഇത്ര മനോഹരമായ ചോദ്യമാണ്. നബി അങ്ങ് ചിന്തിച്ചതുപോലെയാണോ നബി അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? അത്രമേൽ സുന്ദരമാണ്, അത്രമേൽ കോമളമാണ്, ഒരു ന്യൂനതയും ഇല്ലാത്ത വിധം അത്രമേൽ സുന്ദരമായ നബിയെ താങ്കളെ ഇതുവരെ അതുപോലെ ഒരു സൃഷ്ടിയെയും ലോകത്തുണ്ടായിട്ടില്ല, ഒരു ഉമ്മയും ജന്മം കൊടുത്തിട്ടില്ല എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പാടിപ്പുകഴ്ത്തുമ്പോ, നബിയുടെ മുന്നിൽ ഒരു സഹാബിയുടെ പ്രണയകാവ്യം ഇങ്ങനെ പാടിപ്പുകഴ്ത്തുമ്പോ ഒരിക്കലും നമുക്ക് നിഷേധിക്കാനാവില്ല. അത്രമേൽ അന്യൂനമാം വിധം ഭംഗിയോടെ മനോഹരമായി പരിശുദ്ധമായ ഗാത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പാടുമ്പോ നബിയോടുള്ള പ്രണയം, നബിയോടുള്ള പ്രണയകാവ്യം അത് ഏതോ കാലത്ത് തുടങ്ങിയതാണ് എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര കാലത്ത് തുടങ്ങിയതാണ് അല്ലെങ്കിൽ ഇന്ന കാലത്ത് തുടങ്ങിയതാണ് എന്നുള്ളതായ ഒരു മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്? പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോ ലോകമെമ്പാടും എല്ലാവരും പരിശുദ്ധമായ റബീഉൽ അവ്വലിനെ ആഘോഷിക്കുമ്പോ ആ സന്തോഷത്തിലെ പ്രകടനപരതയിലെ ആത്മാർത്ഥതയില്ലാത്ത എല്ലാത്തരം പ്രകടനങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഹൃദയം വിതുമ്പണം. ആ ഹൃദയം കൊണ്ട് റസൂലിനെ സ്നേഹിച്ച ആളുകളെ തള്ളിപ്പറയരുത്. ആ ഹൃദയം പ്രണയം കൊണ്ട് ഹൃദയം വിതുമ്പണം എന്നുള്ളതാണ്. അസ്റഫുൽ ഖൽഖിന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ കരയുമായിരുന്നു എന്നുള്ളതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒക്കെ കരയുമായിരുന്നു. ചില സഹാബാക്കൾ സ്ഥലകാല ബോധങ്ങളെ മറന്നുകൊണ്ട് അവർ കരഞ്ഞ് അവർ ഇല്ലാതെ ബോധരഹിതരായി വീരുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരിയിൽ ഒരാൾ, 25 രാജ്യങ്ങളോളം ഭരിച്ചിരുന്ന അത്രയും വലിയ മഹാനായ മനുഷ്യൻ, രാത്രി തന്റെ നാടുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടുപോകുമ്പോ ഒരു സ്ത്രീ പാടുന്ന പാട്ട് ഇങ്ങനെ കേൾക്കുകയാണ്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഒരു സ്ത്രീ ഇങ്ങനെ പാടുകയാണ്, മരണമേ നീ എന്നാണ് കടന്നു വരിക, അന്ന് ഞാൻ എന്റെ പരിശുദ്ധമായ ഹബീബിന്റെ ചാരത്തെത്തുമോ എന്നൊരു പെണ്ണ്, ഒരു സ്ത്രീ ഇങ്ങനെ പാടുമ്പോ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്ഥലകാല ബോധം മറന്നുകൊണ്ട് ആ ബൈത്ത് കേൾക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് ഇങ്ങനെ ആ പരിശുദ്ധമായ അചഞ്ചലമായ മഹാനായ സയ്യിദുന ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കരയുമ്പോ അർദ്ധരാത്രി ആ സ്ത്രീയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. ആ സ്ത്രീ ചോദിച്ചു, ഈ പാതിരാത്രി ആരാണ് ഇവിടെ വന്നു നിൽക്കുന്നത്? വീണ്ടും മുട്ടി. അവർ പറഞ്ഞു, അന ഉമറുൻ, ഞാൻ ഉമറാണ്, രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. തന്റെ കൂടെയുള്ള ആളുകളുടെ അവസ്ഥകളെ അറിയുവാൻ വേണ്ടി രാത്രി ഇറങ്ങി നടക്കുകയാണ്. എന്തിനു വേണ്ടി ഉമറെ നിങ്ങൾ ഇവിടെ വന്നു എന്ന് ചോദിക്കുമ്പോ, നിങ്ങൾ ആ പാടിയ പാട്ട് ഒന്നുകൂടി പാടുമോ? ഉമറിന് കേൾക്കാനാണ്. ഉമർ എന്ന് പറയുമ്പോ ആ സ്ത്രീ വീണ്ടും ആ പാട്ട് പാടിക്കൊടുക്കുകയാണ്. വല്ലാതെ ഇങ്ങനെ പാടുമ്പോ ആദ്യ തവണ കേൾക്കുമ്പോ ഉമർ ഇങ്ങനെ കരയുകയാണ്. വീണ്ടും ഉമർ റളിയല്ലാഹു തആല ആവശ്യപ്പെടുന്നു, വീണ്ടും ആ പാട്ട് പാടുമോ? ആ സ്ത്രീ, ആ വൃദ്ധയായ സ്ത്രീ വീണ്ടും പാടിക്കൊടുക്കുകയാണ്. അവസാനം പറഞ്ഞു, അതിന്റെ കൂടെ ഈ പാപിയായ ഉമറിനെ കൂട്ടിച്ചേർത്തൊന്ന് പാടുമോ എന്ന് ചോദിച്ചുകൊണ്ട് കരയുന്നതായ ഉമറിന്റെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ, മരണത്തിന്റെ വേളയിൽ പോലും പ്രവാചകനെ കുറിച്ച് നല്ലതല്ലാതെ ഒന്നും ഓർക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ സഹാബാക്കളെ കുറിച്ച് ഓർക്കുമ്പോ, പ്രിയമുള്ളവരെ, മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു, സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ഇവരെല്ലാം തൂക്കുമരത്തിലേക്ക് കേൾക്കാൻ വേണ്ടി പോകുമ്പോ അന്ന് മുസ്ലിം അല്ലാതിരുന്ന അബൂ സുഫിയാൻ പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ സ്ഥലത്ത് പ്രവാചകനെ ഒന്ന് ഓർത്താൽ മതി, വേറൊന്നും ഓർക്കേണ്ടതില്ല. ഈ സ്ഥാനത്ത് നിങ്ങൾ പ്രവാചകർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ കഴിമരത്തിലേക്ക് കയറുമ്പോ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങളെ ഞാൻ വെറുതെ വിടാമെന്ന് പറയുമ്പോ എന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും ഞങ്ങൾക്ക് സഹിക്കാൻ സാധ്യമാവുകയില്ല എന്ന് പറഞ്ഞ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ അവരെ പോലെ ആകണം നമ്മളൊക്കെ, അവരെ പോലെ സ്നേഹിക്കുന്നവരാകണം നമ്മളൊക്കെ. അതുകൊണ്ടാണ് ഈ ചരിത്രങ്ങളെ വായിച്ചു പഠിച്ചത് കൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്മാരായ ആളുകൾ പറഞ്ഞത്, B.G. ഹോക്കറിനെ പോലെയുള്ളതായ, ഡേവിഡ് ജോർജിനെ പോലുള്ളതായ ആളുകൾ പറഞ്ഞു വെച്ചത്, serious or trivial, his daily behavior has instituted canon which millions observed this daily with a conscious imitation. എത്ര ചെറുതായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എത്ര വലുതായിക്കൊള്ളട്ടെ,
ചെറിയ കാര്യം, ഗൗരവമുള്ള കാര്യമാകട്ടെ അല്ലെങ്കിൽ നിസ്സാരമായ കാര്യമായിക്കൊള്ളട്ടെ, എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇപ്രകാരം ഒരാളുകൾക്ക് ഇങ്ങനെ സ്വീകരിക്കാൻ കഴിയുക? അദ്ദേഹം ഏറ്റവും പ്രവാചകന്റെ വലിയ വിമർശകനാണ്. പക്ഷേ അദ്ദേഹം പറയുന്നു, ഒരാൾക്കും ഇങ്ങനെ ഇത്തരത്തിൽ ഒരു മനുഷ്യനെ ഇത്തരത്തിൽ അനുകരിക്കാൻ സാധ്യമാവുകയില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞു വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, പ്രവാചകനെ കുറിച്ച് പറയുകയാണ്, no one has regarded any section of the human races has perfect man has been imitated so minutely. ഇത്രയും പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യനെ ലോകത്തെവിടെയും കാണാൻ സാധ്യമാവുകയില്ല. ഇത്രയും സൂക്ഷ്മമായി ആ പ്രവാചകൻ എങ്ങനെയാണോ നടന്നത് അങ്ങനെ നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ആ പ്രവാചകൻ എവിടേക്ക് തിരിഞ്ഞോ അവിടേക്ക് മാത്രം തിരിയുന്ന ഒരു കൂട്ടർ. ആ പ്രവാചകൻ എവിടേക്ക് തുപ്പിയോ അവിടേക്ക് മാത്രം തുപ്പുന്ന ഒരു കൂട്ടർ. ആ പ്രവാചകൻ എങ്ങനെ കുളിച്ചോ അങ്ങനെ തന്നെ കുളിക്കാൻ ആഗ്രഹിക്കുന്നവർ, എങ്ങനെ സംസാരിച്ചോ അങ്ങനെ തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ, ആ പ്രവാചകന്റെ തന്റെ ജീവിതത്തിൽ എങ്ങനെയാണോ ചെരുപ്പ് ധരിച്ചത് അങ്ങനെ തന്നെ ചെരുപ്പ് ധരിക്കാൻ ആഗ്രഹിക്കുന്നവർ, പ്രവാചകൻ എങ്ങനെയാണോ വസ്ത്രം ധരിച്ചത് അങ്ങനെ തന്നെ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഒരു കൂട്ടം ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ മുഹമ്മദിനല്ലാതെ മറ്റാർക്കും സാധ്യമാവുകയില്ല എന്ന് ആ മനുഷ്യൻ എഴുതി വെക്കുമ്പോ, പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിക്കുക. ലോകത്ത് മഹാനായ ഈസാ നബി അലൈഹി സ്വലാമൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിന്റെ കീഴിൽ നമ്മൾ ഒരാൾ വിമർശനാത്മകമായി പറയുന്നതല്ല. അദ്ദേഹത്തിന്റെ ഇതിനെ സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഉണ്ടായെങ്കിലും ഈ ലോകത്ത് പ്രവാചകനെ പോലെ ചരിത്രത്തിൽ മറ്റൊരു മതനേതാക്കൾക്കും ഉണ്ടാക്കാനാവാത്തതിലധികം അനുചരന്മാരെ ഉണ്ടാക്കാൻ പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനുള്ള സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രവാചകൻ പറഞ്ഞതെന്തോ അത് അവിടെ നിയമമായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിൽ സിറാജുൽ മുനീർ എന്ന രണ്ട് പദങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ തഫ്സീർ റൂഹുൽ ബയാനിൽ മനോഹരമായ സംഭവം കൊടുക്കുന്നുണ്ട്. മഹാനായ അബു ഹസൻ മഹ്മൂദ് ഗസ്നവി ഹർക്കാനി എന്ന സൂഫിയുടെ അടുക്കൽ അബു യസീദ് മിസ്താനി എന്നിവരെ പറ്റി അഭിപ്രായം തേടുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ നോക്കിയാൽ മതി മുസ്ലിമാകുമെന്ന് പറയുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ചില ആളുകളെ പറ്റി അങ്ങനെയൊക്കെ പറയും. മഹാനായ ഖാജ മുഹീദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ പറ്റി പറയുന്നുണ്ട്. ഇതൊന്നും മുസ്ലിമുകൾ എഴുതി വെച്ചതല്ല. നാഷണൽ ബുക്കിൽ മലയാള എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ അന്നതിന്റെ ജനറൽ ബോർഡ് അതിന്റെ ബോർഡിൽ കമ്മിറ്റി അംഗമാണ് മഹാനായ നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു സാഹിത്യകാരനായിരുന്നു സുകുമാർ അഴീക്കോടൊക്കെ. അദ്ദേഹം അതിൽ ഖാ എന്ന് പറയുന്ന വാചകത്തെ എഴുതി വെക്കുന്നുണ്ട്, ഖാജ മുഹീദ്ദീൻ. അവിടെ പറയുന്നുണ്ട്, ആ മനുഷ്യനെ നോക്കിപ്പോയി കഴിഞ്ഞാൽ, ആ മനുഷ്യൻ ചിരിച്ചാൽ അതിൽ വീണു പോകുമെന്ന് അദ്ദേഹത്തെ പറ്റി എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു മഹാനായിരുന്നു മഹാനായ അബു യസീദ് മിസ്താനി എന്ന ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങൾ അപ്രകാരമായി. ഇതൊക്കെ എവിടെ നിന്നാ കിട്ടിയത്? ഇതെല്ലാം മുഹമ്മദിയത്താണ്. ഇതെല്ലാം പ്രവാചകന്റെ ആ ജീവിതങ്ങളെ പഠിച്ചുകൊണ്ടുണ്ടാക്കിയെടുത്തതാണ്. പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഉമയ്യ എന്ന് പറയുന്നതായ മനുഷ്യൻ, പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിന്റെ വേളയിൽ, ആ പരിശുദ്ധമാക്കപ്പെടുന്ന മക്കം ഫതഹിന്റെ വേളയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അവിടെ അദ്ദേഹത്തിന്റെ മകൻ സഫ്വാൻ ഇബ്നു ഉമയ്യ രാജ്യം വിടാൻ വേണ്ടി പോകുമ്പോ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ വന്ന് പറയുന്നുണ്ട്, നീ ഈ രാജ്യം വിട്ടു പോകേണ്ടതില്ല. കാരണം ഇവിടെ ഭരിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പ്രതികാരത്തിന്റെ മനുഷ്യനല്ല, മറിച്ച് ചേർത്ത് നിൽക്കുന്നതായ ഒരു മനുഷ്യനാണ്. ചേർത്ത് നിൽക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുക? ഈ കൂട്ടുകാരൻ നേരെ പ്രവാചകന്റെ അടുക്കലേക്ക് ഇറങ്ങി ചെന്നു. എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, ഉമയ്യത്തിന്റെ മകൻ സഫ്വാൻ ഇബ്നു ഉമയ്യ ഇങ്ങനെ പറയുന്നുണ്ട്, അഭയം തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഭയം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പ്രവാചകരെ, അതിന് തെളിവെന്തെങ്കിലും വേണം. അദ്ദേഹം പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ തലയിലെ തലപ്പാ ഊരിക്കൊണ്ട് ആ മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. സഫ്വാൻ ഇബ്നു ഉമയ്യ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. പ്രവാചകന്റെ അടുക്കൽ ഇങ്ങനെ ഒരുപാട് നാൾ സഹവസിച്ചു. യുദ്ധത്തിന് പോയപ്പോ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് 100 ചില്ലാനധികം ആ യുദ്ധത്തിന്റെ സാമഗ്രികൾ വാങ്ങിക്കുമ്പോ സഫ്വാൻ ഇബ്നു ഉമയ്യ ചോദിക്കുന്നുണ്ട്, ഇത് തിരികെ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയോട് ചോദിക്കുകയാണ്, എന്റെ കയ്യിൽ നിന്നും വാങ്ങിയതെല്ലാം തിരികെ തരുമോ എന്ന് ചോദിക്കുമ്പോ പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ വാങ്ങിയതെല്ലാം ഞാൻ തിരികെ തരിക മാത്രമല്ല, ഇതിൽ എന്തെങ്കിലും ഒരു കുറവുകൾ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, ഇതിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചു പോയാൽ ഞാൻ അത് നന്നാക്കി തിരികെ തരുമെന്ന് പറയുമ്പോ, പ്രിയമുള്ളവരെ ഓർക്കണം, ഒരു മഹാഭൂരിപക്ഷം വരുന്ന സമൂഹത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഭരിക്കുന്നതായ ഒരു മനുഷ്യന്റെ അടുക്കൽ ഒരു ന്യൂനപക്ഷത്തിന്റെ സമൂഹത്തിന്റെ ഒരു പ്രതീകമായ അല്ലെങ്കിൽ അതിന്റെ പ്രതിനിധിയായ ഒരു മനുഷ്യൻ ചോദിക്കുമ്പോ യാതൊരു ഭയപ്പാടുമില്ലാതെ ചോദിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിന്റെ, ഒരു ജനാധിപത്യത്തിന്റെ മനോഹരമായ കാഴ്ചയാണ് പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്.
നമ്മുടെ രാജ്യം നാളെ വരുമ്പോ മറ്റൊരു സുദിനത്തെ ആഘോഷിക്കുകയാണ്. ഒരു പ്രവാചകന് രാജ്യം സംബന്ധിച്ചിടത്തോളം, അവനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ജീവിതത്തെ ഇങ്ങനെ സ്നേഹിക്കുക, പ്രവാചകന്റെ ജീവിതത്തെ വല്ലാതെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് അവന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതുപോലെ അവന്റെ രാജ്യത്തെ അവൻ സ്നേഹിക്കണമെന്നുള്ളതും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മനോഹരമായ മാതൃക കാണിച്ചു കൊടുത്തത് ആരാണ്? പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് എല്ലാ ആളുകളെയും ഒരുമിച്ച് നിൽക്കുമ്പോൾ, എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടിയിട്ട്, ഹജ്ജത്തുൽ വദാഇൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവരൊന്ന് വിളിച്ചു പറയുന്നുണ്ട്, എല്ലാ മനുഷ്യരും ഒന്നാണ്, ഇവിടെ ആർക്കും ആരേക്കാളും യാതൊരു സ്ഥാനമില്ല എന്ന് വിളിച്ചു പറയുന്ന പ്രവാചകന്റെ ആ മനോഹരമായ അധ്യാപനം ലോകം മുഴുവനും പഠിച്ചുകൊണ്ട്, ആ അധ്യാപനത്തെ സ്വീകരിച്ചുകൊണ്ട് തന്റെ ഭരണശിലാ കേന്ദ്രങ്ങൾ ആ നിയമം നടപ്പിലാക്കിയപ്പോഴാണ് ഇന്ത്യയുടെ ഈ രാഷ്ട്രത്തിന്റെ പിതാവ് മഹാനായ ഗാന്ധിജി പോലും പറഞ്ഞു പോയത്, ഖത്താബിന്റെ ഭരണത്തെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാൻ കാരണമായത് ആ പ്രവാചകന്റെ കളറിയിൽ നിന്നും മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പഠിച്ചെടുത്തതായ അധ്യാപനങ്ങളെ കൊണ്ടാണ്. ഇന്ന് ഈ രാജ്യത്തെ ചില ആളുകൾ മുസ്ലിം സമുദായത്തിന്റെ മക്കളെയൊക്കെ രാജ്യസ്നേഹങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി വരുമ്പോ ഈ മുസ്ലിം സമുദായത്തിന്റെ അടിസ്ഥാനപരമായ ചരിത്രങ്ങളെയൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും മറന്നു പോകുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ഒക്കെ നിലകൊള്ളുന്നത്. ഒരു മനുഷ്യനുണ്ട്, മൗലാന മുഹമ്മദ് അലി ജൗഹർ. ബെങ്ങിംഹാം കൊട്ടാരത്തിന്റെ മതിൽക്കെട്ടുകളെ കിടിലും കൊള്ളിച്ചുകൊണ്ട്, മിസ്റ്റർ ജോർജ് വെള്ളപ്പട്ടാളക്കാരാ, നിന്റെ മുഖം കണ്ട് സായുജ്യമറിയാനല്ല ഞാനിവിടെ എത്തിയത്. ഒന്നല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ 6 അടി മണ്ണ് വേണമെന്ന് ബാധിച്ച മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ പിൻഗാമികളാണ് മുസ്ലിമീങ്ങളെന്ന് തുറന്നു പറയാനുള്ള ആർജവം ഇന്നത്തെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതങ്ങനെയല്ല, ഇന്ന് എത്രയോ കാഴ്ചകളാണ് നാം കാണുന്നത്. മുസ്ലിം സമുദായം ഈ രാജ്യത്തിന് വേണ്ടി പോരാടുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം എങ്ങനെയാണ്? ഈ രാജ്യത്തിന്റെ ചരിത്രം പോലും കാണിച്ചു തന്നത് പരസ്പരം സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും മതമൈത്രിയെ സംബന്ധിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യയുടെ ആദ്യത്തെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് ഒരിക്കൽ പറയുന്നുണ്ട്, ആകാശ ലോകത്ത് നിന്നും അള്ളാഹുവിന്റെ മാലാഖ ഇറങ്ങി വന്ന് എന്നോട് ചോദിക്കുകയാണ്, ഒന്നല്ലെങ്കിൽ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം, അതല്ലെങ്കിൽ നിങ്ങളുടെ നിൽക്കുന്നതായ ഹിന്ദു മുസ്ലിം മതമൈത്രി, ഇതിൽ രണ്ടിൽ ഏതാണ് നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കാൾ വലുത് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ച് നിൽക്കുന്നതായ ആ സന്തോഷത്തെയാണ് വേണ്ടതെന്ന് പറഞ്ഞ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ളവർ. പരസ്പരം സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കഥകളാണ് നമുക്ക് മുന്നോട്ട് പറയാനുള്ളത്. ഈ രാജ്യം എല്ലാത്തരം മതങ്ങളെയും സ്വീകരിക്കുകയും എല്ലാത്തരം മതങ്ങൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തൊരു മനോഹരമായ നാടാണ് നമ്മുടേത്. ഇന്നതെല്ലാം മാറിപ്പോയിരിക്കുകയാണ്. നമ്മൾ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ നമ്മൾ ആ ഓർമ്മകളെ പുതുക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. നമ്മുടെ മക്കൾക്ക് ആ കഥകളെ പറഞ്ഞു കൊടുക്കണം. ആ കഥകൾ ആരാണോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, ആ കഥകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശബ്ദിക്കാൻ, നാവുകൾ പൊങ്ങാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്നതും അപ്രകാരം തന്നെയാണ്. അത് വാളെടുത്ത് പടപൊട്ടണം എന്നുള്ളതല്ല, അല്ലെങ്കിൽ അത് യുദ്ധം ചെയ്യണം എന്നുള്ളതല്ല, മറിച്ച് നിയമത്തിന്റെ വഴികളിലൂടെ, രാജ്യം കാണിച്ചു തന്ന ജനാധിപത്യ മര്യാദകളിലൂടെ സംസാരിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കുക എന്നുള്ളതും പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ ദീനിന്റെ ഭാഗമാണ് എന്നുള്ളതും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ ആ സഹാബാക്കളുടെ പ്രണയത്തെ നാം കാണേണ്ടത് എങ്ങനെയാണ്? മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്. ഇങ്ങനെ സൗബാൻ റളിയല്ലാഹു തആല അൻഹു വല്ലാതെ ക്ഷീണിതനാകുമ്പോ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, സൗബാനെ എന്താണ് നിനക്ക് പറ്റിയത്? എന്താണ് സൗബാൻ നിനക്ക് സംഭവിച്ചു പോയത്? വല്ലാതെ ഒരു വിഷമഘട്ടത്തിലേക്ക് നീങ്ങുന്നതായി കാണുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ സൗബാൻ റളിയല്ലാഹു തആല അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്, പ്രവാചകരെ, ഇവിടെയൊക്കെ എനിക്ക് നബി തങ്ങളെ ഇഷ്ടമുള്ളപ്പോ കാണാൻ പറ്റും. എനിക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങയെ കാണാൻ തോന്നുമ്പോൾ എനിക്ക് ഓടി പള്ളിയിലേക്ക് വന്നാൽ അങ്ങയെ കാണാം. എപ്പോഴും കാണാനുള്ളതായ എല്ലാ അവസരങ്ങളും എന്റെ മുമ്പിലുണ്ട്. പക്ഷേ നാളെ അള്ളാഹുവിന്റെ ഖളാ എന്തായി കഴിയുമ്പോഴും എന്താണെങ്കിലും അങ്ങയെ കാണാതെ എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും പ്രവാചകനെ? നാളെ എങ്ങാനും ഞാൻ സ്വർഗത്തിലാണ്, അത് ശരി, സ്വർഗത്തിൽ എനിക്ക് അവസരം ലഭിച്ചു. പക്ഷേ അങ്ങയെ കണ്ടിട്ടില്ലെങ്കിൽ ആ സ്വർഗം പിന്നെ എനിക്ക് എന്തിനാ?
ആ സ്വർഗം പോലും എനിക്ക് മരുഭൂമിയിലെ മരിക്കാട് പോലെയായി തീരും പ്രവാചകരെ എന്ന് സൗബാൻ റളിയല്ലാഹു തആല എന്ന് പറയുമ്പോ, പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മളൊക്കെ എങ്ങനെയാ നമുക്കൊക്കെ സ്വർഗം കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുമ്പോ ആ സഹാബാക്കൾ ആഗ്രഹിച്ചത് എവിടെയാണെങ്കിലും എനിക്ക് എന്റെ പ്രവാചകനോടൊപ്പം ആയാൽ മതി എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രങ്ങളെ പറയുമ്പോൾ പ്രവാചകനെ വല്ലാതെ പ്രണയിച്ചു പോയി. മറ്റെന്തിനേക്കാളും പ്രാധാന്യം പ്രവാചകന് നൽകി. അങ്ങനെ അവസാനം റസൂലിനെ കാണാതെ കഴിയാതെ എനിക്ക് ഇവിടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞ എത്രയോ സഹാബാക്കളുണ്ട്. പ്രവാചകന്റെ മരണ വാർത്ത കേൾക്കുമ്പോ ഇനി എനിക്ക് ദുനിയാവിന്റെ സൗന്ദര്യം വേണ്ട, എന്റെ കണ്ണിന്റെ കാഴ്ചകൾ എടുത്തു കളഞ്ഞോ എന്ന് പറഞ്ഞ എത്രയോ സഹാബാക്കളുണ്ട്. പ്രവാചകന്റെ മരണശേഷം മദീനയിലും മക്കയിലും മദീനയിൽ നിൽക്കാതെ മറ്റൊരു നാട്ടിലേക്ക് ഓടിപ്പോയി എത്രയോ ആളുകളുണ്ട്. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഷാമിലേക്ക് ഓടിപ്പോയി എത്രയോ സഹാബാക്കളുണ്ട്. അവസാനം പ്രവാചകൻ സ്വപ്നത്തിലൂടെ കടന്നു വന്നു, എന്തിനാണ് ബിലാലെ നിനക്ക് ഇത്തരത്തിൽ ഏകാന്തത എന്ന് ചോദിക്കുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കൽപ്പന പ്രകാരം മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെയും അഭ്യർത്ഥന പ്രകാരം പരിശുദ്ധമാക്കപ്പെടുന്ന മദീനയിലേക്ക് വന്ന് ബാങ്ക് വിളിക്കുമ്പോ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമാക്കപ്പെടുന്ന ബാങ്കിന്റെ ബാങ്കുകളിൽ വിളിക്കുമ്പോ മുഹമ്മദ് എന്ന പദത്തെ പറയാനാവാതെ ബോധം കെട്ടുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഇത്രമേൽ സ്നേഹിച്ച എത്രയോ സഹാബാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരൊക്കെ നമ്മുടെ മുൻഗാമികളാണ്. അവരൊക്കെ നമ്മോട് ഇങ്ങനെ ഇത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന, ഇത്രമേൽ പ്രണയിച്ചിരുന്ന എത്രയോ സഹാബാക്കൾ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന് ചില ആളുകൾ ബാലിശമായ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് ബാലിശമായ ചോദ്യങ്ങൾ. അത് വേണോ, ഇത് വേണോ, അല്ലെങ്കിൽ ഇത് ശരിയാണോ, ശരിയല്ലേ എന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എല്ലാവർക്കും പറയാനുള്ള വാചകം ഉണ്ടാവും. കുല്ലു ബിദ്അത്തുൻ വലാല എന്നൊരു വാചകം ഉണ്ടാവും. എല്ലാ ബിദ്അത്തും വലാലകളാണ് എന്ന് വാചകം ഉണ്ടാകും. അങ്ങനെ എല്ലാത്തിനെയും തള്ളിക്കളയാനുള്ളതല്ല. എല്ലാ ബിദ്അത്തും തെറ്റാണ് എന്നുള്ള വാചകമല്ല, മറിച്ച് കൊള്ളേണ്ടതിനെ കൊള്ളണം, തള്ളേണ്ടതിനെ തള്ളണം എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലങ്ങൾക്ക് ശേഷം യമാമ യുദ്ധത്തിൽ മഹാന്മാരായ സഹാബാക്കൾ 200 സഹാബാക്കൾ ഷഹീദായി കഴിയുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ അബൂബക്കർ കാലഘട്ടത്തിൽ പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആനിനെ ഗ്രന്ഥരൂപത്തിലാക്കാൻ പറയുമ്പോ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ വേണ്ട എന്നല്ല പറഞ്ഞത്, പകരം വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു കാലത്തിൽ അത് ക്രോഡീകരമായി എന്ന് പറയപ്പെടുമ്പോ, പ്രിയമുള്ളവരെ, ഇങ്ങനെ എല്ലാത്തിനെയും തള്ളേണ്ട ഒന്നല്ല, കൊള്ളേണ്ടതാണെങ്കിൽ അതിനെ കൊള്ളിക്കുക തന്നെ വേണമെന്നുള്ളതാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്.